നമസ്കാരം. ചേതന FM 90.8 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്കാണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനായിട്ട് ഡോക്ടർ മരിയ ഡേവിസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം ഇപ്പോൾ ഈ മഴക്കാലമാണ്. മഴക്കാലമാകുമ്പോൾ സാധാരണഗതിയിൽ വയറിളക്ക രോഗങ്ങൾ കൂടാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വയറിളക്ക രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ? മഴക്കാലത്ത് പല അസുഖങ്ങളും കൂടാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വയറിളക്ക രോഗങ്ങൾ. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. പ്രധാനമായിട്ടുള്ള വയറിളക്ക രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ, ഇപ്പോൾ കേട്ടുവരുന്ന ഷിഗല്ലോസിസ്, അതുപോലെ ടൈഫോയിഡ്, അതുപോലെ മഞ്ഞപ്പിത്ത രോഗങ്ങൾ, അതുപോലെ വൈറസ് ഉണ്ടാക്കുന്ന വയറിളക്ക രോഗങ്ങൾ, നോറോ വൈറസ്, അതുപോലെ തന്നെ റോട്ട വൈറസ് എന്നുള്ള വയറിളക്ക രോഗങ്ങൾ നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളതിന് പ്രധാന കാരണം മഴക്കാലത്ത് നമ്മൾ കുടിവെള്ളവുമായി നമ്മുടെ മലിനജലം കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പല രീതിയിലാണ് വരുന്നത്. നമ്മുടെ ഡ്രെയിനേജ് അല്ലെങ്കിൽ സീവേജ് പോലെയുള്ള ഇവിടുന്നുള്ള വെള്ളം നമ്മുടെ കുടിവെള്ളവുമായി കലർന്ന്, അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിലൂടെയെല്ലാം കലർന്ന് നമ്മൾ ശരീരത്തിൽ എത്തുകയും ആമാശയം കുടലിലെല്ലാം ഇതിൻ്റെ അണുബാധ വരികയും അത് വയറിളക്കമായും പനിയായും കാണപ്പെടുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെയും പല കാരണങ്ങളുണ്ട്. നമ്മൾ വൃത്തിഹീനമായ ചുറ്റുപാടുകളെല്ലാം ഇതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. ഡോക്ടർ, ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഷിഗല്ലോസിസ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു അസുഖം കൂടിയാണ്. ശരിക്കും എന്താണ് ഷിഗല്ലോസിസ്? ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഒത്തിരി കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇതിൻ്റെ പല കേസുകളും വന്നു കഴിഞ്ഞു. മരണം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം എന്താണ് ഷിഗല്ലോസിസ്, എന്തെല്ലാമാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഷിഗല്ലോസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ അണുബാധയാണ്. അതായത് ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അണുബാധ. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലിനജലത്തിലൂടെ അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളിലൂടെയും എല്ലാം ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിലൂടെയും കുടലിലൂടെയും നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ്. ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളായ പനി, കഠിനമായ വയറുവേദന, വയറിളക്കം, ഇതിൽ പ്രധാനമായിട്ടുള്ളത് രക്തം കലർന്നുള്ള മലംപോക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ്. അതുപോലെ ഓക്കാനം, ഛർദി, അടിക്കടി മലം പോകണമെന്നുള്ള ഒരു തോന്നൽ, നമ്മൾ ടെനിസ്മസ് എന്ന് പറയും, ഈ ലക്ഷണങ്ങൾ പ്രകടമാകും. ഇതിന്റെ പ്രധാന കാരണം പറഞ്ഞ പോലെ നമ്മുടെ കുടലിൽ പെരുകുകയും അത് അവിടെ ചില വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ വിഷവസ്തുക്കളാണ് ഇതിന് കാരണമാകുന്നത്. ഇതില് നമുക്ക് ഈ രക്തം കലർന്നുള്ള മലം വയറിളക്കത്തോടു കൂടി തന്നെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം എന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ലവണങ്ങളും ജലവും ശരീരത്തിൽ നിന്ന് അമിതമായി പോവുകയാണ്. അത് മൂലം രോഗിക്ക് കണ്ണു കുഴിഞ്ഞു പോവുക, വായ വരണ്ടു പോവുക, മൂത്രത്തിന്റെ അളവ് കുറയുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ വരികയും വളരെ പെട്ടെന്നൊരു ക്ഷീണാവസ്ഥയിലേക്ക് തന്നെ വരികയാണ് ചെയ്യണം. ഇത് ഇങ്ങനെയെല്ലാം കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ പ്രാഥമികമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പരിശോധനാ ഫലങ്ങളുടെ തീർച്ചപ്പെടുത്തലിന് പോകുന്നതിനേക്കാൾ നമ്മൾ ലക്ഷണങ്ങൾ കണ്ട് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക്, ഷിഗല്ലോസിസ് എന്ന് പറയുന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയും ചികിത്സ തുടങ്ങുകയാണ് വേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ORS ലായനി ലഭ്യമാണെങ്കിൽ അത് കഴിക്കുക. ലഭ്യമല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിന് ഉപ്പിട്ട് കഴിക്കുക, ORS ലായനിയോ ഇതും രണ്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ORSന് തതുല്യമായ ഒരു ലായനി വീട്ടിലുണ്ടാക്കാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു 6 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്താൽ അതിന് ഏകദേശം തത്തുല്യമായ ഒരു ലായനിയായിട്ട് മാറും. ഇത് പതുക്കെയായിട്ട് കുടിക്കുകയും മലം പോകുന്നതിൻ്റെ നമ്മുടെ നിർജ്ജലീകരണം ഉണ്ടാകുന്നതിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിക്കുകയും ചെയ്യും. അത് വളരെയധികം ഫലപ്രദമായ ഒരു ഇതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ചെയ്യുക. തീർച്ചയായും രോഗി തീർത്തും അവശതയാവുകയാണ്. വെള്ളം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യം തന്നെയാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിക്കാവൂ.
ഇത് ശ്രദ്ധിക്കുക എന്നുള്ള പ്രധാനം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പണ്ട് കേട്ട് മറന്നൊരു അസുഖമായിരുന്നു കോളറ രോഗം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ടൈഫോയിഡ് പോലുള്ളവയും ഇപ്പോൾ ഈ ഒരു സമയത്ത് പെരുകി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? കോളറ അസുഖം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോളറയും ഈ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയൽ അണു ഉണ്ടാക്കുന്ന അസുഖമാണ്. പ്രധാനമായും വയറിളക്കവും പനിയും അങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം പോലെയുള്ള മലമാണ് ശരീരത്തിൽ നിന്ന് രോഗിക്ക് നഷ്ടപ്പെടുന്നത് കോളറ അസുഖത്തിന്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണത്തിൻ്റെ തോത് വളരെ കൂടുതലായി സംഭവിക്കും. വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ 8 മുതൽ 10 ലിറ്റർ വരെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്ന രീതിയിൽ രോഗി വളരെ തീർത്തും അവശനിലയിലും ഗുരുതരാവസ്ഥയിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ശുചിത്വമാണ് പ്രധാനം അതിന്. അതിൽ പിന്നെ ആൻറ്റിബയോട്ടിക്കുകളും ലഭ്യമാണ്. നേരത്തെ തിരിച്ചറിയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ORS ലൈനിയും കഞ്ഞിവെള്ളവും എല്ലാം ഉപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം സഹായകരമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈഫോയിഡിനെ കുറിച്ച്. ടൈഫോയിഡ് എന്ന് പറഞ്ഞ പനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പനിയായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. വയറിളക്കവും പനിയുമായിട്ട് തന്നെ വരാമത്. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഇത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള കാര്യങ്ങളായിട്ടും വരാം. ഇതിൽ നമ്മൾ ഡോക്ടർമാർ അവരെ പരിശോധിച്ചിട്ട് ചില കാര്യങ്ങൾ വഴിയാണ് ഇത് ടൈഫോയിഡ് തന്നെയാണോ എന്ന് നിർണ്ണയിക്കുന്നത്. അതിന് ഫലപ്രദമായ അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളും നിലവിലുണ്ട്. പരിശോധിക്കുമ്പോൾ ചിലർക്ക് പൾസ് കുറഞ്ഞ രീതിയിലുള്ള അവസ്ഥ കാണാം. അതുപോലെ ശ്വേതരക്താണുക്കൾ WBC എന്ന് നമ്മൾ പറയും, അതിൻ്റെ അളവ് കുറയുക. അതുപോലെ സ്പ്ലീഹ എന്ന് മലയാളത്തിൽ പറയുന്ന അവയവത്തിനൊരു വീക്കം വരിക. ഇതൊക്കെ നമ്മൾ ടൈഫോയിഡിൽ നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കുക എന്നുള്ള രീതിയിലാണ്. നമുക്ക് വരികയാണ്, സംശയം തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്, പനി നിലനിൽക്കുന്നുണ്ട്, അതുപോലെ നിർജ്ജലീകരണത്തിന് തോത് കൂടുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പിത്ത രോഗങ്ങൾ അധികമായി കാണാറുണ്ട്. ശരിക്കും മഞ്ഞപ്പിത്തം മഴയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം പല രീതിയിലുള്ള വകുപ്പുകൾ കാണാറുണ്ട്. നമുക്ക് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മഴക്കാലവുമായിട്ട് അറിയേണ്ടത് ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന, ഹെപ്പറ്റൈറ്റിസ് E എന്ന് പറയുന്ന 2 വകഭേദങ്ങളാണ്. ഇത് രണ്ടുമാണ് ഫീക്കോ ഓറൽ റൂട്ടിലൂടെ, അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് വരുന്ന അസുഖങ്ങൾ. ഇതിൽ മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യവിസർജ്യം അതുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വഴി നമ്മുടെ കുടലിലെത്തി അത് നമ്മൾ പ്രധാനമായിട്ടും കരളിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ക്ഷീണം, അതുപോലെ തന്നെ ഓക്കാനം, ഛർദി, മേൽവയറിന് വേദന, കണ്ണിൽ മഞ്ഞ, മൂത്രത്തിൽ മഞ്ഞ, ഇതെല്ലാം കാണുന്ന ഒരു അസുഖമാണിത്. ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രോഗിക്ക് ലിവർ കരളെന്ന് പറയുന്ന ഒരു വലിയൊരു അവയവമാണ്. അതിൽ ഒരു ശരീരത്തിൻ്റെ ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന SGOT, SGPT എന്ന് പറഞ്ഞ 2 എൻസൈംസ്, രാസാഗ്നികൾ പുറപ്പെടുവിക്കുന്ന ഒരു അവയവം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഉയർന്ന തോതിൽ ശരീരത്തിൽ കലർന്ന് കാണാറുണ്ട് നമ്മൾ ഈ അസുഖത്തിന്. അതുപോലെ തന്നെ ലിവറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും വ്യതിയാനങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അപ്പം രോഗിക്ക് നമ്മൾ ഇതും ഒരു വൈറൽ അണുബാധ ആയതുകൊണ്ട് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഇതിന് ഫലപ്രദമല്ല. നമ്മൾ അങ്ങനെ ഒരു ചികിത്സയില്ല. നമ്മൾ അല്ലാതെയുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാണെങ്കിലും ശുചിത്വവും അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കലും എല്ലാമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വളരെ 98% രോഗികളും ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തു വരുന്നതാണ്. പക്ഷെ വളരെ 1% ആൾക്കാർക്ക് മാത്രമായിട്ട് ചിലപ്പോൾ കരളിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിന്നു പോകുന്ന അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. അത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ബാക്കി അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് രോഗി എത്തുന്ന ഒരു ഘട്ടം വരാറുണ്ട് 98% രോഗികൾക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം. അതെ 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 നമ്മൾ ഏതൊരു പനിയും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെപ്പോഴും അതിന് ലക്ഷണങ്ങൾ മാറുന്നുണ്ട്, രോഗിക്ക് അവസ്ഥ മോശമാകുന്നുണ്ട് എന്ന് കണ്ടാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുക. ഡോക്ടർ, ഇപ്പം ഏതൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതൊരു അസുഖം വന്നാലും നമ്മൾക്കിടയിൽ പ്രായമായവരും കുട്ടികളും പല ടൈപ്പ് ഓഫ് ജനങ്ങളുണ്ടാവും.
ഈ അസുഖങ്ങൾക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഞാനിപ്പം വയറിളക്ക രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും മഴക്കാലവുമായി ബന്ധപ്പെട്ട് അവയ്ക്കുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ടും ചെറിയ കുട്ടികൾ, അതുപോലെ മുതിർന്നവർ, 60 വയസ്സ് കഴിഞ്ഞുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ജനവിഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന പല രോഗികളും ഉണ്ടാകും, പല കാരണങ്ങൾ കൊണ്ടും. അതുപോലെ വൃക്കരോഗമുള്ളവർ, കരളിൻ്റെ രോഗമുള്ളവർ, ഇവരെല്ലാവരും കുറച്ചും കൂടെ ശ്രദ്ധ പുലർത്തേണ്ട ജനവിഭാഗങ്ങളാണ് ഈ ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അല്ലാതെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം, അസുഖം വരാതെ ശ്രദ്ധിക്കാം? ആംഗലേയ ഭാഷയിലൊരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും 3 തട്ടിലാണ് ചെയ്യേണ്ടത്. 1 ഭക്ഷണ ശുചിത്വം, 2 വ്യക്തി ശുചിത്വം, 3ാമത്തത് ശുദ്ധജലം. അതിൽ ഭക്ഷണ ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകുക, കയ്യിലെ നഖമെല്ലാം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കഴിവതും നമ്മൾ ചൂടോടുകൂടി ഭക്ഷണം പാകം ചെയ്ത് വൃത്തിയായ പരിസരങ്ങളിൽ നിന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ശൗചാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകി മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ ശുദ്ധജലം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കിണറിലെ വെള്ളമെല്ലാം ക്ലോറിനേറ്റ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കുന്നതും അത് വൃത്തിയായി നോക്കുന്നതും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ മഴക്കാലത്ത് കൊതുകിൻ്റെ പ്രജനന സമയം കൂടെയാണ്. അപ്പം അതുകൊണ്ട് അതിനുള്ള പരിസരം സാഹചര്യം മാറ്റി പരിസരം എല്ലാം ശുചിയായി ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ നമ്മൾ ഇവിടെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ വയറിളക്ക രോഗങ്ങൾ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിർത്താനായിട്ടുള്ള മരുന്ന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുക എന്നുള്ളത്. ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഷിഗല്ലോസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ, വയറിളക്കം നിർത്താനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ടീരിയയുടെ വിഷവസ്തുക്കൾ കുടലിൽ തങ്ങി നിൽക്കാനും ടോക്സിക് മെഗാകോളൻ പോലെയുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗം മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും അത് ചെയ്യരുത്. പിന്നെ വേറൊരു വിഭാഗമാണ് വേദനയും ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേദന സംഹാരികൾ വാങ്ങിച്ചു കഴിക്കുക എന്നുള്ളത്. അതും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേദന സംഹാരികൾ നമ്മൾ പനിയും ക്ഷീണവും ഉള്ള അവസ്ഥയിൽ അത് വൃക്കകൾക്കും എല്ലാം വളരെ മോശമായി വരാറുണ്ട്. നമ്മൾ ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്. അസുഖവും പിന്നെ അസുഖത്തിന് ഈ വേദന സംഹാരികൾ കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടിക്കലർന്ന ഒരു അവസ്ഥയിൽ രോഗി വരുമ്പോൾ ചികിത്സ കുറച്ചും കൂടെ സങ്കീർണമാകും, കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടി സമയമെടുക്കും, കാലതാമസം ഉണ്ടാകും രോഗി പഴയ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വരുവാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പനി മരുന്ന്, ഡോളോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പനിക്ക്. അതുപോലെ നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്. കോളറ, അതുപോലെ ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖങ്ങൾക്ക് വാക്സിൻ അവൈലബിൾ ആണ്. 70-80% വരെ അതിന് ഫലപ്രാപ്തി ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അതെടുക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മൾ ശുചിത്വം എപ്പോഴും സംരക്ഷിക്കുക. അങ്ങനെ നമുക്ക് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം. ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്ന് വന്നാലും മുക്തി നേടുകയും ചെയ്യും. ഒരുപാട് തിരക്കുള്ള സമയത്തും ഡോക്ടർ ശരിക്കും നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് നമ്മുടെ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കും ഏറ്റവും വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.